ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ കുറേ കാലമായി ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയുന്നതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ഇടുന്നത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. മനസ്സിലായി കാണുമല്ലോ, ഈ പ്ലാന്റിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. നല്ല ബലമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ നല്ല വെയിറ്റുള്ള ചെടികളെല്ലാം വെച്ചിട്ട് കൂടി അതിൻ്റെ ഒരു കാല് പൊട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഓരോ തവണയായിട്ട് ഞാൻ വാങ്ങിയ എൻ്റെ പ്ലാസ്റ്റിക് സ്റ്റാൻഡുകളാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു 20 ചെടികൾക്ക് സ്റ്റാൻഡ് വേണം. അതിനുവേണ്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അത് എന്താണെന്ന് കാണിച്ചു തരാം. കേട്ടോ, ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്റ്റാൻഡാണ് കേട്ടോ. ഭംഗിയുണ്ട്, നമുക്ക് ഈ തൂക്കാനും വൃത്തിയാക്കാനും ഒക്കെ കൂടുതൽ എളുപ്പമാണ്, കാണാനും ഭംഗിയാണ്. അപ്പോൾ ഇവിടെ കല്യാണം വിളിക്കാൻ വരുന്നവർ, അല്ലാതെ ഈ പിരിവിന് വരുന്നവരൊക്കെ ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ കയ്യിൽ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരുപോലെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 12 സ്റ്റാൻഡിന് 186 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡോടുകൂടി അവസാനിക്കുന്നില്ല, ഇനിയും വാങ്ങണം. അപ്പോൾ എന്തുകൊണ്ട് ഇരുമ്പ് സ്റ്റാൻഡ് ഒരുപോലെ വാങ്ങിക്കൂടെന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. ഇരുമ്പ് സ്റ്റാൻഡ് കൊണ്ട് വലിയ ഒരു പ്രശ്നമുണ്ട്. കാരണം അത് എങ്ങനെ നമ്മൾ നോക്കിയിരുന്നാലും മഴ വെള്ളം വീഴുകയും നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊക്കെ വീഴുമ്പോൾ നമ്മൾ എത്ര കോട്ട് പെയിൻ്റ് അടിച്ചിരുന്നാലും അത് നശിച്ചു പോകും. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റാണ്, ഏകദേശം ഒരു 14 വർഷത്തോളമുള്ള സ്റ്റാൻഡ് വരെ എൻ്റെ കയ്യിലുണ്ട്. സ്നാക്ക് പ്ലാന്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, സാൻസേരിയ, അതൊക്കെ നല്ല വലിയ പോട്ടുകളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്, ഒരു കാല് പോലും പൊട്ടിയിട്ടുമില്ല. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് ചീപ്പായിട്ടുള്ള വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഈ വീട്ടിൽ ചിലർക്കൊക്കെ വരുന്നവർക്ക് 3/4 ഭാഗം ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടും. ഇത് എവിടെ നിന്ന് വാങ്ങിയാൽ ചോദിക്കും, ലിങ്ക് ചോദിച്ചിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം നമ്മൾ ഇഷ്ടത്തോടെ വാങ്ങുന്നത് മറ്റുള്ളവർക്കും കൂടെ ഇഷ്ടപ്പെടുമ്പോൾ അവരത് നല്ല കാര്യം നല്ലതായിട്ട് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ചിലരൊക്കെ ഇങ്ങനെ തറയിലൊക്കെ ഇരുന്ന് ആ സ്റ്റാൻഡിനെ വീഡിയോ എടുക്കും. എന്നിട്ട് പറയും, ഇത്രയും ബലമുള്ള ചെടി അതിലിരിപ്പുണ്ടല്ലോ, അത്രയും അതിശയത്തോടെയാണ് അവർ ചോദിക്കുന്നത്. ചില ചെടിച്ചട്ടികളൊക്കെ എന്നെക്കൊണ്ട് തൂക്കാൻ പോലും പറ്റാത്ത വെയിറ്റുള്ളതായിട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡുള്ളപ്പോൾ എനിക്കിത് ഇതുപോലെ പതുക്കെ നീക്കിയിട്ട് അടിഭാഗം തൂക്കാം, നീക്കാതെ നമുക്ക് അടിഭാഗം തൂക്കാം. അപ്പോൾ എനിക്ക് ഈ കഴുകണമെന്നുള്ളപ്പോൾ സ്റ്റാൻഡോട് കൂടി നീക്കിയാൽ മതി കേട്ടോ. അതെനിക്ക് ഒരു ഏറ്റവും ബെനിഫിറ്റായിട്ടുള്ളൊരു കാര്യമാണ്. വലിയ വലിയ ചെടികളൊക്കെ എന്നെക്കൊണ്ട് തൂക്കാൻ പോലും എനിക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വന്നതിന് ശേഷം എനിക്ക് നല്ല എളുപ്പമാണ്. ആ സ്റ്റാൻഡിൻ്റെ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് വലിക്കുമ്പോഴേക്കും എനിക്ക് അധികം ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. അടിഭാഗം തൂക്കാം, കഴുകാം, വൃത്തിയാക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് അങ്ങനെയല്ല, നമ്മൾ അത്രയും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര കോട്ടിങ് ആയിരുന്നാലും ശരി അത് തുരുമ്പടിച്ചിരിക്കും. ഒരു നമ്മുടെ ആക്രിക്കടയെന്ന് പറയാമല്ലോ, അപ്പോൾ അവിടെ നമ്മൾ ഇതിനു മുമ്പേ ബാൽക്കണിയിൽ ടെറസ് കൃഷി ചെയ്ത സമയത്ത് ഒരുപാട് ഗ്രൈൻഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ ഉണ്ടല്ലോ, അപ്പോൾ അതിന് നടുക്കുള്ള കുറ്റിയെടുത്ത് മാറ്റിയിട്ട് അതിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. തക്കാളി, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഇതുപോലെ വിലപിടിപ്പുള്ള സ്റ്റാൻഡുകളൊക്കെ തുരുമ്പായി പൊട്ടിയൊക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ ആലോചിക്കും, നമ്മളെടുത്ത ഡിസിഷൻ ശരിയാണ്. കാരണം ഒരു പ്ലാസ്റ്റിക്കാണ്. ചിലർ അവർ ആ രീതിയിലാണ് കാണുന്നത്, പ്ലാസ്റ്റിക് അല്ലേ, ഇതത്ര ഒരു ചട്ടിയല്ലേ വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതി. പക്ഷേ നിങ്ങളിത് വാങ്ങി ഇത് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും അത് എന്തുമാത്രം ഉപകാരമുള്ള ഒരു സ്റ്റാൻഡാണെന്ന്. നല്ല വെയിറ്റുള്ള എൻ്റെ ക്രിസ്മസ് ട്രീ, അതുപോലെ തന്നെ തൂജ, സാൻസവേരിയ, അല്ലാതെ
വെയിറ്റുള്ള ഒരുപാട് ചെടികളൊക്കെ ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങളൊന്ന് ഫ്ലിപ്കാർട്ടിലുണ്ട്, മീഷോയിലുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണെന്ന് തോന്നുന്നു 186 രൂപയ്ക്ക് 12 സ്റ്റാൻഡ് കിട്ടുന്നത്. അത് പ്ലാസ്റ്റിക്കിൻ്റെതാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെതല്ലാതെ അലുമിനിയത്തിൻ്റെ ഒരു ചെറിയ സ്റ്റാൻഡുണ്ട്. മുകളിൽ വന്ന് റിങ് ഫുള്ളും പ്ലാസ്റ്റിക്, എൻ്റെ കാല് വന്ന് അലുമിനിയത്തിൻ്റെതുണ്ട്. അതും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിനേക്കാളും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെതാണ്. ഇതുവരെയ്ക്കും അത് അലുമിനിയം ആയിരുന്നാലും പ്ലാസ്റ്റിക് ആയിരുന്നാലും ഇതുവരെയും അതിനൊരു കാല് പോലും പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗാർഡൻ കാണാൻ നല്ല നീറ്റാണ്, കണ്ടില്ലേ? ഈ ഒരുപാട് ചെടികളുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, ഇതിൽ ഒരുപാട് ചെടികളുണ്ട്. അതെല്ലാം ഞാൻ ഒതുക്കി ചുമരോട് ചേർത്ത് നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? നല്ല ഭംഗിയായിട്ട്. ഇതുപോലെ ഗാർഡൻ നല്ല നീറ്റായിട്ട് വെക്കണമെന്നുള്ളവർക്ക് ഈ സ്റ്റാൻഡ് ഉപകാരപ്പെടും. ഇനി ബാക്കി വന്ന 6 സ്റ്റാൻഡ് എനിക്കിനി ബാൽക്കണിയിലേക്ക് മാറ്റണം. ബാൽക്കണിയിൽ നമ്മളെപ്പോഴും വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. 12-ൽ 6 ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിൽ ഞാൻ പുതുതായിട്ട് വെച്ച ചെടികളാണ്. അപ്പോൾ അത് തറയായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അടിയിൽ അതിൻ്റെ റാക്ക്, നമ്മൾ പ്ലേറ്റ് പോലെയുള്ള റാക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരു അടിഭാഗം തൂക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റാൻഡുകൾ വയ്ക്കുമ്പോൾ തൂക്കാനും മെയിൻ്റെനൻസ് ചെയ്യാനും നീക്കിയിട്ട് നമുക്ക് വൃത്തിയാക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും ഞാനിത് വെക്കുന്നത്. പിന്നെ എൻ്റെ കുറേ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശമാണ്, ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ട് റെഫറൻസ് പോലെ. ഒരുപാട് ഗാർഡൻ വീഡിയോയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് എത്ര ചെറിയ ചാനലിൽ നിന്നോ വലിയ ചാനലിൽ നിന്നോ അങ്ങനെ എനിക്ക് വ്യത്യാസമൊന്നുമില്ല. എല്ലാ ചാനലും ഞാൻ കാണും. നമുക്കതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. ഒരുപാട് ചെടികളുടെ കളക്ഷനെ കുറിച്ച് അറിയാൻ, ആ ചെടികളുടെ പേരറിയാൻ പറ്റും. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ കുറേ ബാൽക്കണി ഗാർഡനൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അതിൽ ബാൽക്കണി ഗാർഡൻ, അതുപോലെ തന്നെ ടെറസ് ഗാർഡൻ, മിക്കവാറും ആൾക്കാർ ഡയറക്റ്റ് ടെറസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന രീതിയിലാണ് ചെടി വെച്ചേക്കുന്നത്. ഇപ്പോൾ അവർക്ക് അറിയില്ല. ചില ഗാർഡനൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും, ടെറസ് ഗാർഡനൊക്കെ. കാരണം പായലൊക്കെ പിടിച്ച് തറയിൽ ഡയറക്റ്റ് ഗ്രോ ബാഗ് ആയിരുന്നാലും ചട്ടി ആയിരുന്നാലും വെച്ച് അതിന് ചുറ്റും പായൽ പിടിച്ച് ഈർപ്പം വരെയാണ്. നിങ്ങൾ ചെടി വളർത്തുന്നത് ചില ആൾക്കാരെ എതിർക്കുന്നത് അതുകൊണ്ടായിരിക്കാം. നമ്മൾ ചെടി വളർത്തുന്നതോടൊപ്പം ആ വീട്ടിനും കൂടെ കേടില്ലാത്ത രീതിയിൽ ആ വീടിനെയും കൂടെ സംരക്ഷിക്കണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റാൻഡ് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ചുടുകല്ലോ കല്ലോ ചിരട്ട നമുക്ക് എപ്പോഴും വീട്ടിൽ വരുന്ന ഒരു സാധനമാണ്. ഒരുപോലെയുള്ള 4 ചിരട്ടകൾ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചട്ടിയോ ഗ്രോ ബാഗോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചാക്കോ എന്ത് വേണമെങ്കിലും ഈ ചിരട്ടയുടെ പുറത്ത് വിരിക്കും. കല്ലിൻ്റെ പുറത്ത് വയ്ക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഈ വെള്ളം വീണ് വെയിൽ കൊള്ളാതെ ഈ ഈർപ്പം മുഴുവനും ഈ ടെറസിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ട്, ഗാർഡൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വീടിനെയും കൂടെ ഒന്ന് സംരക്ഷിക്കണം. ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ട് നല്ല നല്ല പ്ലാന്റ്സ് കളക്ഷനുണ്ട്. പക്ഷേ ആ വീടിനെ മോശമാക്കുന്ന രീതിയിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ട് കൂടി എനിക്ക് തൃപ്തിയില്ല. കണ്ടില്ലേ, ഇതെൻ്റെ ബാൽക്കണിയാണ്. ഈ 2 ദിവസം കൊണ്ടുള്ള മഴയ്ക്കാണ് ഇത്രയും കോലം ഇവിടെ ആയത്, അല്ലെങ്കിൽ ഇത്രയും ആവാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അടിയിൽ ഞാൻ റാക്ക് വെച്ചിരുന്നിട്ട് കൂടിയും എനിക്കൊരു സമാധാനത്തിലാണ് ഈ സ്റ്റാൻഡ് വെച്ചത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഗാർഡനിങ് നല്ല രീതിയിൽ നടത്താം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്